നോക്കിക്കോളൂ. CRPC 457 procedure by police upon seizure of property whenever the seizure of property by any police officer is reported to the magistrate. സീഷർ ഓഫ് പ്രോപ്പർട്ടിയെ കുറിച്ച് എപ്പോഴാണോ ഒരു പോലീസ് ഓഫീസർ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നത്. 457 പ്രൊസീജിയർ ബൈ പോലീസ് അപ്പോൺ എ സീഷർ ഓഫ് പ്രോപ്പർട്ടി. 1. Whenever the seizure of property by any police officer is reported to a magistrate under the provisions of this code. ഈ കോടതിയുടെ നിയമത്തിൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻ പ്രകാരം ഒരു പ്രോപ്പർട്ടി റിക്കവറി ചെയ്യണമെന്ന് മജിസ്ട്രേറ്റിനോട് റിപ്പോർട്ട് കിട്ടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ആൻഡ് സച്ച് പ്രോപ്പർട്ടീസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബിഫോർ എ ക്രിമിനൽ കോർട്ട് ഡ്യൂറിങ് എൻക്വയറി ഓർ ട്രയൽ. ആൻഡ് സച്ച് പ്രോപ്പർട്ടി, അങ്ങനെയുള്ള പ്രോപ്പർട്ടി, ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്, അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എവിടെ? ബിഫോർ ദ ക്രിമിനൽ കോർട്ട്, ക്രിമിനൽ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എന്തിനു വേണ്ടി? ഡ്യൂറിങ് എൻക്വയറി, എൻക്വയറിയുടെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ട്രയലിൻ്റെ ഭാഗമായിട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ദ മജിസ്ട്രേറ്റ് മേ മേക്ക് സച്ച് ഓർഡർ. മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? അതിനു വേണ്ടി ഒരു ഓർഡർ ഇടണം. ദ മജിസ്ട്രേറ്റ് മേ മേക്ക് സച്ച് ഓർഡർ. മേ ആണ്, ഷാലല്ല കേട്ടോ. മജിസ്ട്രേറ്റ് മേ മേക്ക് സച്ച് ഓർഡർ. മജിസ്ട്രേറ്റിന് അങ്ങനെ ഓർഡർ ഇടാവുന്നതാണ്. നിർബന്ധമായും ഓർഡർ ഇടണമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. ദ മജിസ്ട്രേറ്റ് മേ മേക്ക് സച്ച് ഓർഡർ as he think fit respecting the disposal of such property or the delivery of such property to person entitled to possession thereof. Make such order as he think fit respecting the disposal of property. അത് വേണമെങ്കിൽ നശിപ്പിച്ച് കളയാം. ഇവിടെ പറഞ്ഞെന്താണെന്നറിയാമോ? പ്രൊസീജിയർ ഓഫ് പോലീസ് സീഷർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഇവിടെ എൻക്വയറിയുടെ ഭാഗമായിട്ടോ ട്രയലിൻ്റെ ഭാഗമായിട്ടോ കോടതിയിൽ വന്നിട്ടൊരു പ്രോപ്പർട്ടിയെ ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ദ മജിസ്ട്രേറ്റ് മേ മേക്ക് സച്ച് ഓർഡർ ആസ് ഹി തിങ്ക് ഫിറ്റ് റെസ്പെക്ടിങ് ദ ഡിസ്പോസൽ ഓഫ് ദ പ്രോപ്പർട്ടി ഓർ ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാം, ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം? ഡെലിവറി ചെയ്യുക. ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരന് കൊടുക്കുക. ആവശ്യക്കാരനല്ല, അത് കൈവശം വെച്ച ആൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനോ കൊടുക്കുക. ഓക്കെ. യെസ്. ഓർ ഈഫ് സച്ച് പേഴ്സൺ കനോട്ട് അസർട്ടൈൻഡ്, ആ പേഴ്സണെ അസർട്ടൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദ കസ്റ്റഡി ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് സച്ച് പ്രോപ്പർട്ടി. എന്തെങ്കിലും if the person cannot ascertain, പേഴ്സണെ അസർട്ടൈൻ ചെയ്യുന്നില്ല, റെസ്പെക്ടിങ് ദ കസ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇപ്പോൾ കസ്റ്റഡിയെക്കുറിച്ചോ പ്രൊഡക്ഷൻ ഓഫ് പ്രോപ്പർട്ടിയെക്കുറിച്ചോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ താഴെ പ്രകാരം നോക്കും. എന്ത് ചെയ്യും? if the person so entitled is known, അയാൾ അറിയാൻ പറ്റുന്ന ആളാണെങ്കിൽ, entitled to is known, the magistrate may order the property to be delivered to him. അറിയാവുന്നയാളാണ്, ഇത് ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്നറിയാം, ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അറിയാമെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഓർഡർ ഇടും. ഓക്കെ. Him on such condition if any magistrate is think fit and if such person is unknown. അപ്പോൾ അറിയാവുന്ന വ്യക്തിയാണ് പ്രോപ്പർട്ടിയുടെ കൈവശക്കാരൻ, അറിയാവുന്ന വ്യക്തിയാണ് പ്രോപ്പർട്ടി ഉടമസ്ഥക്കാരനെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും? കൊടുക്കും. ഇല്ലെങ്കിലുള്ള കാര്യം ഇനി പറയുന്നത്.
എന്താ പറഞ്ഞേ? ഡെലിവേർഡ് ഓൺ ഹിം ഓൺ കണ്ടീഷൻ ആസ് എ മജിസ്ട്രേറ്റ് തിങ്ക് ഫിറ്റ്. ഒരു കണ്ടീഷൻ വെക്കും. എന്ത് കണ്ടീഷനാ? മജിസ്ട്രേറ്റ് തിങ്ക് ഫിറ്റ്. ആൻഡ് ഇഫ് സച്ച് പേഴ്സൺ ഈസ് അൺനോൺ. ആൻഡ് ഇഫ് സച്ച് പേഴ്സൺ ഈസ് അൺനോൺ, ആർക്ക് കൊടുക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ, ദ മജിസ്ട്രേറ്റ് മേ ഡീറ്റൈൻ ഇറ്റ് ആൻഡ് ഷാൽ ഇൻ കേസ് ഇഷ്യൂ പ്രൊക്ലമേഷൻ സ്പെസിഫൈ ദ ആർട്ടിക്കിൾ ഓഫ് വിച്ച് ഈസ് പ്രോപ്പർട്ടീസ് കൺസിസ്റ്റ്. ഇതിനെക്കുറിച്ച് സർക്കാർ എന്ത് ചെയ്യണം? പ്രൊക്ലമേഷൻ കൊടുക്കണം. മജിസ്ട്രേറ്റ് പ്രൊക്ലമേഷൻ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് റിക്വയറിങ് എനി പേഴ്സൺ മേ ഹാവ് എ ക്ലെയിം ദെയർ ഓൺ. അതിനകത്ത് ആർക്കെങ്കിലും ഒരു ക്ലെയിം ഉണ്ടോ എന്ന് പ്രൊക്ലമേഷനിലൂടെ ആര് ചോദിക്കും? മജിസ്ട്രേറ്റ് ചോദിക്കും. യെസ്. അങ്ങനെ ക്ലെയിം ഉള്ള ആൾ എന്ത് ചെയ്യണം? ടു അപ്പിയർ ബിഫോർ ഹിം. എവിടെ വരണം? കോടതി വരണം. കോടതി വരണം. ആൻഡ് എസ്റ്റാബ്ലിഷ് ഹിസ് ക്ലെയിം. കോടതി വന്നാൽ മാത്രം പോരാ, അയാൾ ഈ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് ഹി മസ്റ്റ് എസ്റ്റാബ്ലിഷ് ഹിസ് ക്ലെയിം. അവൻ്റെ ക്ലെയിം എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. വിത്തിൻ 6 months. സമയമുണ്ട്. എന്നാ 6 മാസത്തിനകം പ്രൊക്ലമേഷൻ കൊടുത്തു. 6 മാസത്തിനകം അയാൾ ഹാജരായി. ഹി മസ്റ്റ് എസ്റ്റാബ്ലിഷ് ഹിസ് ക്ലെയിം ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ എന്നാണോ ഉണ്ടായത്, അതിൻ്റെ 6 മാസത്തിനകം അദ്ദേഹത്തിൻ്റെ ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഹാജരായാൽ മാത്രം പോരാ. മനസ്സിലായോ? യെസ്. അടുത്തത്, ഈഫ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ കോർട്ട്. കോടതിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കമൻസ് ഉണ്ടല്ലോ അല്ലേ? ദ സീസ്ഡ് പ്രോപ്പർട്ടി ഈസ് റിക്വയർഡ് ഫോർ യൂസ് അറ്റ് ദ ടൈം ഓഫ് എൻക്വയറി. ആ സീസ് ചെയ്ത പ്രോപ്പർട്ടി എൻക്വയറിയുടെ സമയത്താണ് ലഭിച്ചതെങ്കിൽ, ഓർ ട്രയൽ സമയത്താണ് കിട്ടിയതെങ്കിൽ, ദെൻ സച്ച് പ്രോപ്പർട്ടി ഷാൽ നോട്ട് ബി റിലീസ്ഡ്. എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രോപ്പർട്ടി എൻക്വയറിയുടെ സമയത്താണെങ്കിൽ, ട്രയലിൻ്റെ സമയത്താണെങ്കിൽ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പാടില്ല? റിക്കവർ ചെയ്യാൻ പാടില്ല. ഷാൽ നോട്ട് ബി റിലീസ്ഡ് എക്സെപ്റ്റ് ഫർണിഷിങ് ആഡിക്വറ്റ് സെക്യൂരിറ്റി. ഇപ്പോൾ ട്രയൽ കഴിഞ്ഞിട്ടില്ല, എൻക്വയറിയും കഴിഞ്ഞിട്ടില്ല. എൻക്വയറി കഴിഞ്ഞിട്ടാണല്ലോ ട്രയൽ തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ട്രയൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രോപ്പർട്ടി റിലീസ് ചെയ്താൽ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു ക്ലെയിമോട് കൂടി വേണം ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാൻ, അല്ലേ? മനസ്സിലായോ? അപ്പോ 548 വായിച്ചേ. 458. അല്ല 458. 548 അല്ല, 458. Okay. For procedure then, no claimant appears within 6 months. If no person within such a period establishes claim to such a property, and if the person in whose possession such a property was found is unable to show that it was legally acquired by him, the magistrate may, by order, direct that such property shall be at the disposal of the state government and may be sold by that government, and the proceeds of such sale shall be dealt with in such manner as may be prescribed. 2. An appeal shall lie against any such order to the court to which appeals ordinarily lie from convictions by the magistrate. യെസ്. നോക്കൂ, 458. പ്രൊസീജിയർ വെൻ നോ ക്ലൈമന്റ് അപ്പിയേഴ്സ് വിത്തിൻ 6 months. നമ്മളെന്താ പറഞ്ഞേ? 6 മാസത്തിനകം ഒരാൾ വന്ന് അയാളുടെ ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നാണ് 57 നമ്മൾ പറഞ്ഞത്. യെസ്. ബട്ട് 458 പറയുന്നു, the procedure when no claimant appears within 6 months. ക്ലെയിമൻ്റ്
എവിടെ വന്നിട്ടില്ല, 6 മാസത്തിനകം വന്നിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? 1. If no person within such period establish his claim, CRPC അനുവദിച്ചിട്ടുള്ള 6 മാസത്തിനകം ഒരാൾ ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ, ടു സച്ച് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്ക് ഒരു ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ലെങ്കിൽ, ആൻഡ് if the person in whose possession such property was found is unable to show that it was legally acquired by him, ഒരാൾ വരികയും അല്ലെങ്കിൽ ഒരാൾ വന്നു, അയാൾ പറയുന്നു ഞാൻ നിയമപരമായി ഈ പ്രോപ്പർട്ടി അക്യൂർ ചെയ്തതാണ് എന്ന് അയാൾക്ക് സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദ മജിസ്ട്രേറ്റ് മേ ബൈ ഓർഡർ, മജിസ്ട്രേറ്റ് ഒരു ഉത്തരവ് പ്രകാരം, ഡയറക്റ്റ് ദാറ്റ് സച്ച് പ്രോപ്പർട്ടി ഷാൽ ബി അറ്റ് ഡിസ്പോസൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് മേ സോൾഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ പ്രൊസീജിയർ, സച്ച് സെയിൽ ഷാൽ ഡെൽറ്റ് ഇൻ സച്ച് മാനർ ആസ് ഹി പ്രിസ്ക്രൈബ്. കേരള സർക്കാർ അത് ഓപ്ഷൻ സെയിൽ വഴി എന്തു ചെയ്യാം, വിൽക്കാം, എന്നിട്ട് ആ പൈസ സർക്കാരിലേക്ക് വസൂലാക്കാം. എങ്ങനെയുണ്ട് പരിപാടി? കൊള്ളാം. ബാലു പോയോ? ഈ അവനുണ്ട് നേരെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഓടി മീറ്റ് ചെയ്തോ? ശരി. കൊല്ലം കത്തിയില്ലേ, കത്തി അതൊക്കെ എന്താ ചെയ്യാറുള്ളത്? കത്തിയൊന്നും വിൽക്കത്തില്ല. അപ്പോ ഈ മണലിന് വേണ്ടി പിടിക്കുന്ന വണ്ടി, അബ്കാരിക്ക് പിടിക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, വാഹനം, അതൊക്കെ എത്രയും പെട്ടെന്ന് ട്രയൽ തീരുന്നതിന് മുമ്പ് എൻ്റെ അഭിപ്രായത്തിൽ വിൽക്കണമെന്നാ. വിറ്റിട്ട് അതിൻ്റെ പൈസ എന്ത് ചെയ്യണം? സർക്കാർ ഖജനാവിൽ സൂക്ഷിക്കണം. അയാൾ നിരപരാധിയാണെങ്കിൽ ആ പൈസയും കൊടുത്താൽ മതിയല്ലോ. എത്രയോ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നശിച്ചു പോവാ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്, അല്ലേ? മണല്, പിന്നെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ കൊണ്ടുപോകുന്ന വാഹനമൊക്കെ പിടിക്കത്തില്ലേ? ആ വാഹനങ്ങളെല്ലാം 6 മാസത്തിനകം എൻ്റെ അഭിപ്രായത്തിൽ ഓപ്ഷൻ സെയിൽ വിൽക്കണം, കോടതിയുടെ നിയന്ത്രണത്തിലേ. എന്നിട്ട് ആ പൈസ എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ടിൽ, കോടതിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കണം. ആ കേസ് അയാൾ ജയിക്കുകയാണെങ്കിൽ ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. കേസിൽ അയാൾ തോക്കുകയാണെങ്കിൽ എന്തു ചെയ്യുക? ആ ഇത് സർക്കാർ ഖജനാവിലേക്ക് മുതൽക്കൂട്ട് ഉണ്ടാക്കാൻ പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരണം. ആർക്കും ഉപയോഗമില്ലാതെ പോകുന്ന എന്തിനാ കോടിക്കണക്കിന് രൂപയുടെ മുതൽ? ശരി, അടുത്തത്. ആൻ അപ്പീൽ ഷാൽ ലൈ. ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ആൻ അപ്പീൽ ഷാൽ ലൈ എഗൻസ്റ്റ് എനി സച്ച് ഓർഡർ. ഇങ്ങനെ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആൻ അപ്പീൽ ഷാൽ ലൈ, അപ്പീൽ നിലനിൽക്കും. എഗൻസ്റ്റ് സച്ച് ഓർഡർ ടു ദ കോർട്ട് ടു വിച്ച് അപ്പീൽ ഓർഡിനറി ലൈ ഫ്രം ദ കൺവിക്ഷൻസ് ബൈ ദ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് അയാളെ കുറ്റക്കാരനെന്ന് വിധിച്ചാൽ ഏത് കോടതിയിലാണോ അപ്പീൽ പോകുന്നത് ആ കോടതിയിലേക്ക് ഒരു അപ്പീൽ നിലനിൽക്കും. മനസ്സിലായോ? ഇപ്പോ ഇപ്പം ഉദ്ദേശിക്കുന്നത് ഈ ഓർഡർ ഉണ്ടല്ലോ, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇത് സർക്കാരിന്റെ പ്രൊസീജിയർ അനുസരിച്ച് വിൽക്കാമെന്ന് പറയുന്ന ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡറിനെതിരെ അപ്പീൽ നിൽക്കും. ആ ഓപ്ഷൻ കഴിഞ്ഞാൽ സെയിലിന് മുമ്പേ അപ്പീൽ നിൽക്കുമല്ലോ. ഓപ്ഷൻ സെയിൽ കഴിഞ്ഞാലും അപ്പീൽ നിൽക്കും. അയാൾ അടച്ച പൈസ കോടതി കെട്ടണമെന്നേ ഉള്ളൂ. അതാണ് നിയമത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും there is a chance of appeal is there. ഓക്കെ, അപ്പീൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ് അല്ലേ? ഓക്കെ, റെഡി? 459 ഒന്ന് വായിച്ചേ.
459. Power to sell perishable property. If the person entitled to the possession of such a property is unknown or absent, and the property is subject to speedy and natural decay, or if the magistrate to whom this usually is reported is of opinion that its sale would be for the benefit of the owner, or that the value of such a property is less than 500 rupees, the magistrate may at any time direct it to be sold. And the provisions of sections 457 and 58 shall, as nearly as may be practicable, apply to the net proceeds of such sale. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ഇതെല്ലാം മനസ്സിലായോ? Perishable property എന്ത് ചെയ്യണമെന്ന് യെസ്. ഇപ്പോൾ 459 CRPC says power to sell perishable property. നശിച്ചു പോകാൻ സാധ്യതയുള്ള പ്രോപ്പർട്ടികളൊക്കെ എന്ത് ചെയ്യണം? പെട്ടെന്ന് വിൽക്കാം. If the person entitled to possession of such property is known, unknown, is absent, and the property is subjected to speedy and natural decay. അവിടെ എന്താ പറഞ്ഞേ? 459 പറയുന്നു the power to sell പെരിഷബിൾ പ്രോപ്പർട്ടി, പെരിഷബിളായ പ്രോപ്പർട്ടിയെ വിൽക്കുന്നതിന് വേണ്ടിയുള്ള അധികാരമുണ്ട്. ഈ ദ പേഴ്സൺ എൻറ്റൈൽഡ് ടു ദ പൊസഷൻ ഓഫ് സച്ച് പ്രോപ്പർട്ടി, ഒരാളുടെ കസ്റ്റഡിയിൽ നിന്ന് പെരിഷബിൾ പ്രോപ്പർട്ടിയാണ് കിട്ടിയതെങ്കിൽ ഈസ് നോൺ ഓർ ആബ്സെൻറ്റ് ആൻഡ് ദ പ്രോപ്പർട്ടി സബ്ജക്റ്റ് ടു സ്പീഡി ആൻഡ് നാച്ചുറൽ ഡീക്കേ. ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനെ അറിയാം. അറിയില്ല, അൺനോൺ. ആൻഡ് ദ പ്രോപ്പർട്ടി ഈസ് അൺനോൺ. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? ആൻഡ് ഹീസ് ആബ്സെൻറ്റ്, അയാൾ വന്നിട്ടില്ല. ആൻഡ് ദ പ്രോപ്പർട്ടി സബ്ജക്റ്റ് ടു സ്പീഡി ആൻഡ് നാച്ചുറൽ ഡീക്കേ. ഒരു പ്രോപ്പർട്ടി കോടതിയുടെ കസ്റ്റഡിയിലുണ്ട്, അതതിൻ്റെ ഓണറെ, പൊസസറെ അറിയത്തില്ല. മാത്രമല്ല, അറിയാമെങ്കിൽ തന്നെ അയാൾ വരുന്നില്ല. ആ പ്രോപ്പർട്ടി സ്പീഡി ആൻഡ് നാച്ചുറൽ ഡീക്കേക്ക് വിധേയമാകുന്നതാണെങ്കിൽ, ഓർ ഈഫ് ദ മജിസ്ട്രേറ്റ് ഈസ് whom he sees the property is opinion that it is sale would be for the benefit of the owner. അത് വിറ്റാൽ കോടതിക്കും ബെനിഫിറ്റാണ്, ഓണർക്കും ബെനിഫിറ്റാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം? ബെനിഫിറ്റ് ഓഫ് ദി ഓണർ പിന്നെന്ത് ചെയ്യണം? whom sees the property's opinion that sale it to be benefit of the owner, or that is the value of such property less than 500 rupees. അതിൻ്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ 500 റുപ്പീസിൽ താഴെയാണ് എന്ന് തോന്നിയാൽ, ലെസ് ദാൻ 500 റുപ്പീസ്, ദ മജിസ്ട്രേറ്റ് മേ അറ്റ് എനി ടൈം, മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഏത് സമയത്തും, മജിസ്ട്രേറ്റ് മേ അറ്റ് എനി ടൈം എന്ത് ചെയ്യണം? ഡയറക്റ്റ് ടു സോൾഡ് ദ പ്രോപ്പർട്ടി. ഡയറക്റ്റ് ടു സോൾഡ് ദ പ്രോപ്പർട്ടി. അത് വിൽക്കുന്നതിന് വേണ്ടി ഡയറക്ഷൻ കൊടുക്കാം. ആൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 457 ആൻഡ് 458 ഷാൽ ആസ് നിയർലി ആസ് മേ ബി പ്രാക്ടിക്കബിൾ. 457ഉം 458ഉം ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന്, നിയർലി ആസ് മേ ബി പ്രാക്ടിക്കബിൾ, എത്രയും പെട്ടെന്ന് അപ്ലൈ ടു ദ നെക്സ്റ്റ് പ്രൊസീഡ്സ് ഓഫ് സച്ച് സെയിൽ. സെയിലിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഇത് 35 പഠിക്കാനുണ്ടോ?
ഇറഗുലർ പ്രൊസീഡിങ്സ് ഉണ്ട്. അത് സിലബസിലുണ്ട്, പക്ഷേ ഞാൻ നോക്കട്ടെ സാർ. അത് ഞാൻ ചോദിച്ചു കാണാം. നമുക്ക് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടേ ആ 482 482 82 82 83 84 ആ ഒരു 482 അല്ലേ? 482 വെച്ചിട്ട് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സാറേ. പക്ഷേ ഇതിലിപ്പത്തില് കുറച്ചേ കാണുന്നുള്ളൂ. ഞാൻ അതിന്റെ പേപ്പറിൽ എസ് എ ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് കാര്യം എന്താ അറിയാമോ? ആ കമന്റും കൂടെ പഠിച്ചാലേ എസ് എ ആയിട്ട് എഴുതാൻ പറ്റുമോ. സേവിങ് ഓഫ് ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട് അല്ലേ? ഹൈക്കോടതി അല്ലേ പരീക്ഷ നടക്കുന്നത്. അപ്പൊ ഈ പ്രൊവിഷൻ വിട്ടിട്ട് പരീക്ഷ എഴുതൂ? അവരുടെ അധികാരത്തെ കുറിച്ചല്ലേ ചോദിക്കുന്നേ. നമ്മളത് മനസ്സിലാക്കണ്ടേ. ഹൈക്കോർട്ട് ഈസ് ദി ഇൻഹറന്റ് കോർട്ട്, സോ ദേ ആർ കണ്ടക്ടിങ് എക്സാം. They will ask their own questions. Okay. Yes. 1 minute. ഞാൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വരട്ടെ. ശരി. 482 savings of inherent powers of High Court and acting on this court shall be deemed to limit or affect the inherent powers of the High Court to make such orders as may be necessary to give effect to any order under this code or to prevent abuse of the process of any court or otherwise to secure the ends of justice. Yes, no go. 481. Public servant cannot concerned in sale not to purchase the bid of property. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ലേലത്തിൽ പങ്കെടുക്കാൻ പാടില്ല. കാര്യം എന്താ? ഇങ്ങനെയുള്ള 481 കൂടെ നോക്കൂ. പബ്ലിക് സർവന്റ് കൺസേൺഡ് ഇൻ സെയിൽ നോട്ട് ടു പർച്ചേസ് ഓർ ബിഡ് ദ പ്രോപ്പർട്ടി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്? സർക്കാർ ഉദ്യോഗസ്ഥർ ലേലത്തിൽ പങ്കെടുക്കുകയോ ആ പ്രോപ്പർട്ടി വാങ്ങുകയോ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എ പബ്ലിക് സർവന്റ് ഹാവിങ് എനി ഡ്യൂട്ടി. പബ്ലിക് സർവൻറ്റിന് ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ, ഹാവിങ് എനി ഡ്യൂട്ടി ടു പെർഫോം ദ കണക്ഷൻ വിത്ത് ദ സെയിൽ. ഈ സെയിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ളൊരു പബ്ലിക് സർവൻറ്റ് ഓഫ് എനി പ്രോപ്പർട്ടി അണ്ടർ ദിസ് കോഡ് ഷാൽ നോട്ട് പർച്ചേസ് എ ബിഡ് ഓർ ബിഡ് ദ പ്രോപ്പർട്ടി. ഈ സെയിലുമായി എന്തെങ്കിലും കണക്ഷനുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ ഇതിൽ പങ്കെടുക്കുകയോ വാങ്ങാനോ പാടില്ല. കാര്യം എന്താ? അദ്ദേഹത്തിന് അറിയാം ഇത് എവിടുന്ന് പിടിച്ചു, എങ്ങനെ കൊണ്ടുവന്നു, ഇതിൻ്റെ വില എത്രയാണ്. ഇതിൻ്റെ ബിഡിൽ അയാൾ പങ്കെടുത്താൽ ഇത് അയാൾ ആക്ച്വൽ പ്രൈസ് വിളിക്കുമോ? ഇല്ല. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും പബ്ലിക് ഓപ്ഷനിൽ ഇങ്ങനെയുള്ളവരൊക്കെ പങ്കെടുക്കാറുണ്ട്. അവർ നേരിട്ട് പങ്കെടുക്കുന്നില്ലെന്നേ ഉള്ളൂ. കേട്ടോ? അങ്ങനെ വരുന്നതിനെ തടയുന്നതിന് വേണ്ടി സർക്കാർ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ടൊക്കെ ആവശ്യം പോലെ ഉണ്ട്. ഓക്കെ. ഇനി 482 സേവിങ് ഓഫ് ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതിയുടെ ഇൻഹറന്റ് പവറിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള നിയമം. നത്തിങ് ഇൻ ദിസ് കോഡ്, ഈ കോഡിലെ ഒന്നും തന്നെ, നത്തിങ് ഇൻ ദിസ് കോഡ് ഷാൽ ബി ഡീംഡ് ടു ലിമിറ്റ് or affect the inherent powers of the High Court to make such orders
ആസ് മേ ബി നെസസറി, വളരെ അത്യാവശ്യ ഘട്ടമാണെങ്കിൽ ഹൈക്കോടതി ഒരു പുറപ്പെടുവിക്കുന്നതിനെ ഇതിൻ്റെ ഒരു പ്രൊവിഷനും, CRPC യുടെ ഒരു പ്രൊവിഷനും എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല. അതിനെയാണ് നമ്മൾ ഇൻഹറൻറ്റ് പവർ എന്ന് പറയുന്നത്. എന്താണ്? വിവേചനാധികാരം. അത് ഡിസ്ക്രിമിനേറ്ററി പവർ. ഇൻഹറൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? വിശിഷ്ടാധികാരം. എന്തധികാരം? വിശിഷ്ടമായ അധികാരം. വിശിഷ്ടമായ അധികാരമാണ് ആർക്കുള്ളത്? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഉള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്. കാര്യം എന്താ? ഭരണഘടനാ കോടതിയാണ് കേട്ടോ. അടുത്തത്, or to prevent the abuse the process of the court of any court or otherwise secure the ends of justice. നീതി നടപ്പാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിയെ കുറിച്ചേ പറയുന്നുള്ളൂ. ഹൈക്കോടതിക്ക് എന്ത് ഓർഡർ ഇടുന്നതിനും എന്ത് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനും അധികാരമുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി ആയിരിക്കണം? നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം. ഫോർ ദ എൻഡ്സ് ഓഫ് ജസ്റ്റിസ്. മനസ്സിലായോ? ഓക്കെ. അത് ഇനി എൻ്റെ കമൻറ്റ് വായിക്കണം. അതുകൊണ്ടാണ് അതിന് എസ്സേ വരുന്നത്. കമൻറ്റും കൂടെ പഠിച്ചുകൊണ്ട് പോയാലേ എസ്സേ എഴുതാൻ പറ്റും. കമൻറ്റ് ഒന്ന് വായിച്ചേ. While exercising jurisdiction under Section 482 of the Code, the High Court would not ordinarily embark upon an inquiry whether the evidence in question is reliable or not, or whether on a reasonable apprehension of its accusation would not be sustained. That is the function of the trial judge. Barcode. State of Andhra Pradesh versus Gauri Shetty Mahesh, 2010. Supreme Court 588, 2010. 767, 2010. Criminal Journal 3844. നോക്കൂ. While exercising jurisdiction under Section 482 പ്രകാരം ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അധികാരം ഉപയോഗിക്കുമ്പോൾ, the High Court would not only embarked upon an inquiry whether the evidence in question is reliable or not, or whether on an reasonable apprehension of its acquisition would be sustained. എന്ത് ചെയ്യണം? While exercising jurisdiction under Section 482 പ്രകാരം ഒരു ഇൻഹറൻറ്റ് ജൂറിസ്ഡിക്ഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇൻഹറൻറ്റ് ജൂറിസ്ഡിക്ഷൻ കേൾക്കുമ്പോൾ, the High Court would not ordinarily embark the inquiry whether the evidence in question is reliable or not. ആ ക്വസ്റ്റ്യന് വരുന്ന എവിഡൻസ് റിലയബിൾ ആണോ അല്ലയോ എന്ന് നോക്കേണ്ടതില്ല. whether no on reasonable apprehension of its acquisition would not be sustained. അപ്പോൾ അതിനെ അക്വിസിഷൻ ഉണ്ടാകുമോ എന്നും നോക്കേണ്ടതില്ല. ദാറ്റ് ദ ഫങ്ഷൻ ഓഫ് ട്രയൽ ജഡ്ജ് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് ഗൗരി ഷെട്ടി മഹേഷ് എന്ന് പറഞ്ഞാൽ, ഇൻഹറൻറ്റ് പവറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കേസ് കേൾക്കുമ്പോൾ അത് ജില്ലാ കോടതിയുടെ കസേരയിലിരുന്ന് കേൾക്കേണ്ടതില്ല. മനസ്സിലായോ? ജില്ലാ കോടതി ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ട്രയൽ കോടതി ചിന്തിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചിന്തിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പോൾ ജില്ലാ കോടതിയോ, അതായത് ഇവിടെ പറയുന്നത് എവിഡൻസ് ഉണ്ടോ, എവിഡൻസ് റിലയബിൾ ആണോ, ആ എവിഡൻസ് വെച്ചുകൊണ്ട് അയാളെ ക്വിറ്റ് ചെയ്യാൻ, അക്യുസേഷൻ നടത്താൻ ഉള്ള സാഹചര്യമുണ്ടോ എന്നൊന്നും എന്ത് ചെയ്യേണ്ടതില്ല,
നോക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ. അല്ല, അപ്പൊ എവിഡൻസ് ഒന്നുമില്ലെങ്കിൽ എടുക്കാമോ? കേൾക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നത്? എവിഡൻസ് ഒന്നുമില്ലെങ്കിലും കേൾക്കാം. അല്ല, ഈ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യല്ലേ, ഇൻഹറന്റ് പവർ. ആ ഇൻഹറന്റ് പവർ ഉപയോഗിച്ചാൽ മതി എന്നാ പറയുന്നത്. അടുത്ത് നോക്കൂ, 2. Ends of justice would be better served if variable terms of the court is set in hearing those appeals rather than entering petitions under Section 482 at an interlocutory stage, which after filed with some public motive in order to circumvent the prescribed procedure or to delay the trial, which enabled to win over the witness of or may disinterested in giving evidence, ultimately resulting in miscarriage of justice. Amida versus Rashid, 2008, 1, Supreme Court 474. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? അവിടെ പറഞ്ഞേക്കുന്നത് നോക്കൂ. Ends of justice would be better served if available time of court is spent in hearing of those appeal rather than entering petition under Section 482 at an interlocutory stage, whether stage which after filed with some oblique motive in order to circumvent the prescribed procedure. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? പിന്നെ പറഞ്ഞിട്ടുള്ളത് or to delay the trial which enable to win over the witness or may disinterest in saving evidence, ultimately resulting in miscarriage of justice. നോക്കൂ, അവിടെ വളരെ വ്യക്തമായി പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ്? The ends of justice would be better served. നീതി നടപ്പാക്കുന്നത് വളരെ കൃത്യമായി ചെയ്യേണ്ടതാണ്. If valuable time of the court is spent in hearing of those appeal rather than entering petitions under Section 482. 482 പ്രകാരം ഒരു പെറ്റീഷൻ കേൾക്കാതെ അതിൻ്റെ അപ്പീൽ പരിഗണിക്കുന്നതാണ് നീതി നടപ്പാക്കുന്നത് നല്ലത്. സെന്റൻസ് മനസ്സിലായോ? The end of justice would be better served if valuable time of the court is spent in hearing those appeal rather than entering petition under 482 at an interlocutory stage. അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവിൻ്റെ ആവശ്യം വരുമ്പോൾ, ഇന്റർലോക്യൂട്ടറി സ്റ്റേജ് വരുമ്പോൾ, which after filed with some obligation motive in order to circumvent the prescribed procedure. അങ്ങനെ വരുമ്പോൾ കോടതിയുടെ പ്രിസ്ക്രൈബ് ചെയ്ത പ്രൊസീജിയറിൽ എന്ത് വരും? കുറച്ച് ഇടപെടലുകൾ ഉണ്ടാകും. Or delay the trial which enable him over the witness or may be disinterest to giving evidence. അങ്ങനെ 482 പ്രകാരം ഒരു ഇടപെടൽ ആര് നടത്തുമ്പോൾ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തുമ്പോൾ താഴെയുള്ള വ്യക്തികൾക്ക് എന്താണ്? താഴത്തെ കോടതിയിൽ എവിഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ എന്ത് ഇടപെടലുണ്ടാവും? കക്ഷികൾക്ക് താല്പര്യക്കുറവുണ്ടാവും. ഓക്കെ, ഇൻഹറന്റ് പവേഴ്സ് ഉപയോഗിക്കുമ്പോൾ.
ആൻഡ് അൾട്ടിമേറ്റ്ലി റിസൾട്ടിങ് ഇൻ ദ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ്. അങ്ങനെ 482 പെറ്റീഷൻ കേട്ടാൽ അത് ഹൈക്കോടതി ഇപ്പോൾ അങ്ങ് എന്ത് ചെയ്ത് കളയും, കോഷ് ചെയ്ത് കളയും എന്നൊക്കെ തോന്നിയാൽ അത് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസിനും കാരണമുണ്ടാകും. അതുകൊണ്ട് 482 പെറ്റീഷൻ അങ്ങനെ ഇൻഹറൻറ്റ് പവർ കൂടുതൽ എൻ്റർടൈൻ ചെയ്യേണ്ടതില്ല എന്നാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്? 2008 സുപ്രീം കോടതിയിലെ 474 പറഞ്ഞിട്ടുള്ളത്. പല ജഡ്ജിമാർക്കും വ്യത്യസ്തമായ ആംഗിളാണുള്ളത്. ജസ്റ്റിസ് ഹാമിദ വേഴ്സസ് റഷീദ് എന്ന് പറയുന്ന കേസിലാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? അടുത്തൊന്ന് വായിച്ചു നോക്കിയേ. Inherent jurisdiction under section 482 has to be exercised sparingly, carefully, and with caution, and only when such exercise is justified by the text specifically laid down in the section itself. Monica Kumar versus State of Uttar Pradesh 2008, SPC 781. എന്താ പറഞ്ഞിട്ടുള്ളത്? Inherent jurisdiction under section 482 has to be exercised sparingly, carefully, and with caution, and only when such exercise is justified by the test of specifically laid down in section. ആ ഇൻഹറന്റ് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയായിരിക്കണം? വളരെ സ്പെയറിംഗ് ആയിട്ട് ഉപയോഗിക്കണം, വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കണം, വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. ആൻഡ് വിത്ത് കോഷൻ, ആൻഡ് ഒൺലി വെൻ സച്ച് എക്സസൈസ് ഈസ് ജസ്റ്റിഫൈഡ് ബൈ ദ ടെസ്റ്റ് ഓഫ് സ്പെസിഫിക്കലി ഡൈവ് ഡൗൺ ബൈ ദി പ്രൊവിഷൻ ഇറ്റ്സെൽഫ്. ആ പ്രൊവിഷനിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഇൻഹറന്റ് പവർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇൻഹറന്റ് പവർ എന്ന് പറഞ്ഞാൽ എല്ലാ നിയമത്തിന് മുകളിലുള്ള അധികാരമാണ്, പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന അധികാരമല്ല. അതുകൊണ്ടാണ് 226 പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഏത് കേസും കേൾക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ 482 പെറ്റീഷൻ പ്രകാരം ക്രിമിനൽ കോടതിയിലെ ഏത് കേസും ആർക്ക് കേൾക്കാം? ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കേൾക്കാം. അടുത്ത വായിച്ചേ. High Court can exercise jurisdiction so motu in the interest of justice. It can do so by exercising other jurisdiction as applied. അവിടെ എന്താ പറയുന്നത്? Inherent jurisdiction is necessary. Inherent jurisdiction in the procedural matters. It can as well be exercised in respect of inference for supplemental power, irrespective of nature of proceeding. Popular case represented by Inspector of Police 2006 Supreme Court 296. നോക്കൂ, ഹൈക്കോർട്ട് ക്യാൻ, അവിടുത്തെ ഓഡിയോ The High Court can exercise jurisdiction sumoto inherent justice in the interest of justice. അവിടുത്തെ ഓഡിയോ ഓഫ് ചെയ്തില്ലല്ലോ. നോക്കൂ, The High Court can exercise the jurisdiction sumoto. Sumoto എന്ന് പറഞ്ഞാൽ എന്താ? കോടതി സ്വമേധയാ എടുക്കുന്ന കേസ്, പരാതിക്കാരൻ കോടതിയാണ്. ഏത് കോടതിയാണ്? ഹൈക്കോടതിയാണ്. The High Court can exercise jurisdiction sumoto in the interest of justice. നീതി നടപ്പാക്കുന്നതിൻ്റെ താല്പര്യത്തോടു കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സുമോട്ടോ പ്രകാരം കേസെടുക്കാവുന്നതാണ്. It can do so while exercising other jurisdiction such as
appellate or revisional jurisdiction. It can do so while എങ്ങനെയാണെങ്കിൽ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ്റെ സമയത്തും റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ്റെ സമയത്തും സുമോട്ടോ പ്രകാരം ആ വിഷയം കേൾക്കാവുന്നതാണ്. മനസ്സിലായോ? അടുത്തത്, നോ ഫോർമൽ ആപ്ലിക്കേഷൻ ഫോർ ഇൻവോക്കിംഗ് ഇൻഹറന്റ് ജൂറിസ്ഡിക്ഷൻ ഈസ് നെസസറി. ഇൻഹറന്റ് പവർ 482 പ്രകാരം അധികാരം ഉപയോഗിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ഇൻഹറന്റ് ജൂറിസ്ഡിക്ഷൻ ക്യാൻ ബി എക്സസൈസ് ഇൻ റെസ്പെക്ട് ഓഫ് സബ്സ്റ്റാൻറ്റീവ് ആസ് വെൽ ആസ് പ്രൊസീജിയറൽ മാറ്റേഴ്സ്. പ്രൊസീജിയറൽ ലോ പ്രകാരവും എന്ത് ചെയ്യാം? ഇൻഹറന്റ് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കാം. സബ്സ്റ്റാൻറ്റീവ് മാറ്ററിന്, സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത് ഐ പി സി പ്രകാരമുള്ള വിഷയങ്ങളിലും എന്ത് ചെയ്യാം? ഇൻഹറന്റ് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കാം. പ്രൊസീജിയറൽ ലോ എന്ന് പറഞ്ഞാൽ CRPC പ്രകാരവും എന്ത് ഉപയോഗിക്കാം? ഇൻഹറന്റ് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കാം. It can as well as exercised in respect of incidental or supplemental powers irrespective of the name of proceedings. ഏത് പ്രൊസീഡിങ്സിലാണെങ്കിലും ഉപയോഗിക്കാം. എൻക്വയറിയുടെ സമയത്ത് ഉപയോഗിക്കാം, ട്രയലിൻ്റെ സമയത്ത് ഉപയോഗിക്കാം, ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് ഉപയോഗിക്കാം, അപ്പീൽ സമയത്ത് ഉപയോഗിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ഉപയോഗിക്കാം? ഇൻഹറന്റ് പവർ ഉപയോഗിക്കാം. ഓക്കെ, മനസ്സിലായോ? ബാലു ഇല്ലേ? മനസ്സിലായോ? അടുത്തത് 5 വായിച്ചേ. In matrimonial offences, it becomes the duty of the court to encourage genuine settlements of matrimonial disputes. Dear Joshi vs. State of Haryana, AR 2003, Supreme Court 1386. അവിടെ അത് പറയേണ്ട കാര്യമില്ലല്ലോ, അറിഞ്ഞൂടെ? Okay. Yes, അടുത്ത വായിച്ചേ. The extraordinary power under section 482 have to be exercised sparingly and should not be restored to like remedy of appeal or revision. Yes, നോക്കൂ. Kavita versus State. Extraordinary power under section 482 how it to be exercised sparingly and should not resort to remedy appeal or revision. അപ്പോൾ അപ്പീൽ റിവിഷൻ എന്നിവയിലേക്ക് പോകാതെ 482-ന്റെ പവർ സാധാരണ അധികാരം തന്നെ പ്രയോഗിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ട്രയൽ സ്റ്റേജിൽ ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പീലിനും റിവിഷനും പോലെ തന്നെ 482 ഉപയോഗിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനല്ല. എക്സ്ട്രാ ഓർഡിനറി പവർ under section 482 have exercised sparingly and should not be resort to like remedy appeal or revision. അപ്പീൽ ഉപയോഗിക്കുന്ന രീതിയിലോ റിവിഷൻ ഉപയോഗിക്കുന്ന രീതിയിലോ അല്ല ഇത് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്ത വായിച്ചേ. It is well settled that the inherent powers under section 482 can be exercised only when no other remedy is available to the litigant and not where a specific remedy is provided by the statute. Further, the power being a extraordinary one, it has to be exercised sparingly. If these considerations are kept in mind, there will be no inconsistency between sections 497(2) and 482 of this code. Basudeva versus Baba Sanjan Suhan,
1997, 2 crimes, 331, Orissa. Yes, നോക്കൂ. Yes, നോക്കൂ. To prevent prevent abuse of the process of court. the process of court. കോടതിയെ കോടതിയെ 7 ആണ് 7. 7. It is well settled that. ഇത് വളരെ സെറ്റിൽ ചെയ്യപ്പെട്ട ഒരു തത്വമാണ്. The inherent powers under section 482 can be exercised only when no other remedies available. നോക്കൂ, അവ അപ്പീലിന് പോവാൻ അവകാശമുണ്ടെങ്കിൽ ഇൻഹറന്റ് പവർ ഉപയോഗിക്കേണ്ടതില്ല. ഓക്കെ. ടു ദ ലിറ്റിഗന്റ്, കേസുമായി കോടതിയിൽ വരുന്നയാൾക്ക് മറ്റൊരു വഴിയുമില്ലെങ്കിൽ മാത്രമേ 482 ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? And not where a specific remedy and not to where a specific remedy is provided by the statute. മറ്റ് പരിഹാരമൊന്നും കോടതിയിലെ CRPCയുടെ പുസ്തകം നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ 482 ഉപയോഗിക്കാം. മനസ്സിലായോ? Further, the power being an extraordinary one. 482 എന്ന് പറയുന്നത് extraordinary ആണ്. Okay? It has to be exercised sparingly. ഇത് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. If these considerations are kept in mind, where will be the inconsistency between section 397 supposed to 482 of the court. അപ്പോൾ 397 supposed to revision calling for courts to exercise power of revision of the law. 397 supposed to എന്ന് പറയുന്നത് calling for record to exercise powers of revision. അതിലെ the powers of revision conferred by section 1 shall not be exercised in relation to any interlocutory order, appeal, enquiry, trial or other proceedings. അപ്പൊ അപ്പീലിന് അവകാശമുണ്ട് എങ്കിൽ റിവിഷൻ വരണ്ട. എൻക്വയറി സമയത്ത് ട്രയൽ സമയത്ത് റിവിഷൻ അപ്പൊ ആ വിഷയവും ഇതുമായി ചേർത്ത് വായിക്കും. അപ്പോ റിവിഷണൽ ജൂറിസ്ഡിക്ഷന്റെ അവകാശമുണ്ടെങ്കിലും ഇൻഹറന്റ് പവർ ഉപയോഗിക്കേണ്ടതില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ 8 ഒന്ന് വായിച്ചേ. To prevent abuse of the process of the court, High Court in exercise of its inherent powers under section 482 would quash the proceedings, but there would be justification for interference only when the complaint did not disclose any offence or was previous vexation or oppressive. Journalist P. versus R. Prasanna
Yes, yes, yes. air, നോക്കൂ, നോക്കൂ, to prevent the abuse of the process of the to court. prevent the abuse of the process of the court. അപ്പോൾ ഒരു കോടതിയുടെ നിയമ നടപടികളെ മോശവൽക്കരിക്കാതിരിക്കുന്നതിന് വേണ്ടി, ടു പ്രിവെൻറ്റ് ദ അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ദ കോർട്ട്, the court in exercise of its inherent powers under section 482 could quash the proceeding but would be justification of interference only when the complaint did not disclose any offense or was frivolous, vexatious and oppressive. അപ്പോൾ പരാതിയിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പുറത്ത് കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 482 പ്രകാരം FIR കോഷ് ചെയ്യാൻ പാടുള്ളൂ. നോക്കൂ, അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇൻഹറൻറ്റ് പവേഴ്സ് ടു പ്രിവെൻറ്റ് ദ അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ദ കോർട്ട്. കോടതിയുടെ അധികാരത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി, ടു പ്രിവെൻറ്റ് ദ അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ദ കോർട്ട്, the High Court in exercising inherent powers under section 482, സെക്ഷൻ 482 പ്രകാരം ഹൈക്കോടതി ഇൻഹറൻറ്റ് പവേഴ്സ് ഉപയോഗിക്കുമ്പോൾ കുഡ് ക്വാഷ് ദ പ്രൊസീഡിങ്സ്. FIR ആണെങ്കിൽ അത് കോഷ് ചെയ്യാം, എൻക്വയറി ആണെങ്കിൽ കോഷ് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ കോഷ് ചെയ്യാം, ട്രയലും കോഷ് ചെയ്യാം. അങ്ങനെ കോഷ് ചെയ്യുമ്പോൾ ബട്ട് വെയർ ടു ബി ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇൻ്റർഫറൻസ് ഒൺലി the complaint did not disclose any offense. കംപ്ലൈൻറ്റിൽ ഒഫൻസ് പറഞ്ഞിട്ടില്ല. ഓർ വാസ് ഫ്രിവലസ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫൻസ് ഫ്രിവലസ് ആണ്, വെക്സേഷ്യസ് ആണ്, ഒപ്രസീവാണ്. അങ്ങനെ കംപ്ലൈൻറ്റിൽ വ്യക്തമായ പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? FIR കോഷ് ചെയ്യാം, അല്ലെങ്കിൽ ട്രയൽ കോഷ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഹലോ, മൈക്ക്. ടു പ്രിവെൻറ്റ് ദ അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് കോർട്ട്. കോടതിയുടെ നടപടികളെ ദുർവ്യാഖ്യാനം ചെയ്ത് ദുരുദ്ദേശപരമായി ഉപയോഗിക്കാതിരിക്കാൻ, ഹൈക്കോർട്ട് ഇൻ എക്സസൈസിങ് ഇറ്റ്സ് ഇൻഹറൻറ്റ് പവേഴ്സ് അണ്ടർ സെക്ഷൻ 482 കുഡ് ക്വാഷ് ദ പ്രൊസീഡിങ്. അപ്പോൾ ഹൈക്കോടതി ഇത് ഉപയോഗിക്കുമ്പോൾ ഹൈക്കോടതിക്ക് ക്വാഷ് ചെയ്യാം. എന്തൊക്കെ ക്വാഷ് ചെയ്യാം? FIR കോഷ് ചെയ്യാം, ട്രയൽ കോഷ് ചെയ്യാം, എൻക്വയറി കോഷ് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ കോഷ് ചെയ്യാം, ഒക്കെ കോഷ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കുഡ് കോഷ് ദ പ്രൊസീഡിങ്സ് ബട്ട് ദർ കുഡ് ബി ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇൻ്റർഫറൻസ് ഒൺലി വെൻ. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈൻറ്റിൽ ഒരാൾ ഇപ്പം ബാലുവിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റിൽ ബാലു എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ബാലുവിൻ്റെ കുറ്റം ആരോപിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലല്ല, വേഗമായിട്ടാണെങ്കിൽ എന്തു ചെയ്യാം? 482 പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അതിൽ ഇടപെടാം. എങ്ങനെയാണെങ്കിൽ നോട്ട് ഡിസ്ക്ലോസ് ദ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. 2, ഓർ വാസ് ഫ്രിവലസ്, വെക്സേഷ്യസ് ഓർ ഒപ്രസീവ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസ് ഫ്രിവലസ് ആണ്, കൃത്യമായ തെളിവുകളില്ലാതെ കൃത്യമായി ഒഫൻസ് എന്താണെന്ന് പറയാതെയാണ് ഒഫൻസ് പറഞ്ഞിരിക്കുന്നത്. വെക്സേഷ്യസ് ആണ്, ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി ഇല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? 482 ഉപയോഗിക്കാം. മനസ്സിലായോ? മനസ്സിലായോ? Okay. യെസ്. 9 വായിച്ചേ. In existing jurisdiction, under section 482, the High Court would not embark upon an inquiry whether the allegations in the complaint are likely to be established by the evidence or not. State of Bihar versus Murad Ali Khan, 1989, Criminal Journal 1005 ARR
1989 Supreme Court 1. F. ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഇൻ എക്സസൈസിങ് ജൂറിസ്ഡിക്ഷൻ അണ്ടർ സെക്ഷൻ 482, 482 പ്രകാരം ഒരു ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ദ ഹൈക്കോർട്ട് വുഡ് നോട്ട് എംബാർക്ക് അപ്പോൺ ദ എൻക്വയറിയിൽ ഇടപെടാൻ പാടില്ല. അപ്പോൺ ആൻ എൻക്വയറി വെദർ ദ അലിഗേഷൻ ഇൻ ദ കംപ്ലൈൻറ്റ് ആർ ലൈക്ലി ടു എസ്റ്റാബ്ലിഷ് ബൈ എവിഡൻസ്. അങ്ങനെ എൻക്വയറിയിൽ നിന്ന് വെളിവാക്കപ്പെട്ട കാര്യങ്ങൾ ഒരു ട്രയൽ സമയത്ത് എവിഡൻസിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പുറത്തു കൊണ്ടുവരുന്നതിനും അതിനെ ഇല്ലാതാക്കുന്നതിനും കഴിയുമെങ്കിൽ 482 ഉപയോഗിച്ചുകൊണ്ട് ആര് ഇടപെടാൻ പാടില്ല? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടാൻ പാടില്ല. Whether the allegations in the complaint are likely to establish by evidence or not. The State of Bihar versus Murad Ali Khan. State of Bihar versus Murad Ali Khan എന്ന് പറയുന്ന കേസിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? I am not going to the merit of the case. It should be established in evidence എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീഡിങ്സും എന്ത് ചെയ്യും? എടുത്തങ്ങൾ. മനസ്സിലായോ? Okay. ഓക്കെ, എനിക്ക് തൽക്കാലം നിർത്തിയാലോ? Yes, sir. വൈകിട്ട് എത്ര മണിക്ക് തുടങ്ങണം? സാർ എപ്പോഴാണ് ഫ്രീ? സാറിന് നമുക്ക് ഒരു 3 മണിക്ക് ക്ലോസ് ചെയ്യണം. എപ്പോൾ തുടങ്ങണം? സാറ് പറഞ്ഞാൽ മതി. ഊണ് കഴിഞ്ഞിട്ട് ഒരു 1:45 ആകുമ്പോഴത്തേന് തുടങ്ങാം. 1:45. ഓക്കെ. സാറേ ഞാൻ ബാലൻസ് പേയ്മെന്റ് ചെയ്ത് വെക്കട്ടെ, ഇപ്പൊ ചെയ്യാം. ഓ ആയിക്കോട്ടെ. മറ്റേ സാറിന്റെ അക്കൗണ്ട് നമ്പർ അന്ന് തന്നോ? പൈസ ഇല്ലാതിരിക്കുകയായിരുന്നു. ഓക്കെ സാർ, ഇട്ടേക്കട്ടെ. ഓക്കെ ശരി. ഓക്കെ.